കാട്ടാക്കട KSRTC ഷോപ്പിംഗ് മാളിന് മുൻവശത്തെ ഡ്രൈനേജ് പൊട്ടി മലിനജലം ഒഴുകാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടും പരിഹാരമുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാരുടെ പരാതി. പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് ദിവസേന ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന സ്ഥലത്താണ് ഈ ദുരവസ്ഥ തുടരുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നത് പൊതുജനാരോഗ്യത്തിന് കടുത്ത ഭീഷണിയാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് മാലിന്യത്തിലൂടെ നടക്കേണ്ടി വരുന്നത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മോളിന് സമീപം പാർക്ക് ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത്. മാലിന്യത്തിൽ നിന്നുള്ള രൂക്ഷമായ ദുർഗന്ധവും ഈച്ചയും പുഴുക്കളും പെരുകുന്നത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. കാട്ടാക്കട KSRTC ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും ഈ കാട്ടാക്കട ബസ് സ്റ്റാൻഡിന്റെയും ഈ സെപ്റ്റി ടാങ്കാണ് ഈ പൊട്ടി വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പൊട്ടി വലിച്ച് ഈ റോഡിലൂടെ ഒഴുകി വഴിയാത്രക്കാർക്കും ഇത് ചവിട്ടിക്കൊണ്ടാണ് ഇത് പോകുന്നത്. അത് പോയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ നിന്ന് ഇത് മഴയത്ത് ഒലിച്ച് ഇവിടെ ഇറങ്ങി ഇതിന്റെ സ്മെല്ല് കൊണ്ട് നമുക്കിവിടെ ഇരിക്കാൻ വയ്യ. ഒരുമാതിരി ഈ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് ആരോഗ്യ വകുപ്പും പഞ്ചായത്തും ഇതെല്ലാം അനൗൺസ്മെന്റ് ചെയ്തുകൊണ്ട് ഇതിലെ കൂടെ നടക്കുകയാണ്. ഇത് വിദ്യാർത്ഥികളടക്കം ഇത് ചവിട്ടിക്കൊണ്ടാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇവിടുന്ന് ATIക്ക് പരാതി കൊടുത്തു. പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് പരാതി പറഞ്ഞു. പഞ്ചായത്ത് സെക്രട്ടറി ഇല്ലായിരുന്നു, ASനെ കണ്ട് പരാതി പറഞ്ഞിട്ടും ATI കണ്ടിട്ടും ഇവർ വന്ന് നോക്കുന്നതല്ലാതെ ഇത് ഒരു ശാശ്വത പരിഹാരം ഇതുവരെ ഇത് കണ്ടിട്ടില്ല. ഇത് ഇന്നും പൊട്ടി വലിച്ചുകൊണ്ട് ഇപ്പോഴും പൊട്ടി വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സ്മെല്ല് കൊണ്ട് നമുക്കിവിടെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് KSRTCയോ പഞ്ചായത്തോ ഇതിനൊരു പരിഹാരം കാണണമെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇതിപ്പോൾ ഒരുപാട് നാളെ ഇങ്ങനെ പൊട്ടി ഒലിച്ച് കിടക്കുകയാണ്. അവരുടെ എത്ര പറഞ്ഞാലും അവരിതൊന്നും ശ്രദ്ധിക്കാതെ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. നമുക്കിവിടെ ഇരിക്കാനോ സ്കൂളിൽ പോകുന്ന കുട്ടികൾ വരെ ഇതെല്ലാം ശ്വസിച്ച് അത് പോയിട്ട് നമ്മൾ ഇത്രയും ഓരോ ദിവസവും ഒരുപാട് സമയം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഇതിനൊരു നടപടി ഉടനെ ഉണ്ടാവണം, ഇല്ലെങ്കിൽ ഇല്ലാത്ത അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് പിടിപെടും. വിഷയത്തിൽ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നും പരാതിയുണ്ട്. ഡ്രൈനേജ് സംവിധാനം അറ്റകുറ്റപ്പണി നടത്തി പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ആവശ്യം. GTV ന്യൂസ്, കാട്ടാക്കട.